പിണറായി വിജയന് ആ മര്യാദയില്ല, CPM-ന് ആ മര്യാദയില്ല. അങ്ങനെയാണോ എന്നുള്ളത് പൊതുവെ രണ്ട് ജനങ്ങളുടെ മുമ്പിൽ ദൃശ്യമാണല്ലോ. അതായത് ജമാഅത്തെ ഇസ്ലാമിയും CPI-ഉം തമ്മിലുള്ള വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരു രഹസ്യമായ കാര്യമല്ലല്ലോ, പരസ്യമായ കാര്യമാണല്ലോ. ഇതിൻ്റെ എല്ലാം ക്രിസ്റ്റൽ എവിഡൻസ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ. എന്നിരിക്കെ CPM ഇങ്ങനെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് മാത്രമാണോ CPM ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? CPM-നെ വിയോജിച്ച് സുപ്രഭാതം പത്രത്തിൽ ലേഖനം വന്നപ്പോൾ CPM എന്താ പറഞ്ഞത്? സമസ്തയുടെ ഉള്ളടക്കം വർഗീയത എന്ന് CPM പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം സമസ്തയുടെ ഉള്ളടക്കം വർഗീയത എന്നാണോ? സലഫി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ RSS ആക്രമിച്ച ഒരു ഘട്ടത്തിൽ തീവ്രവാദത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ലേ? അതിനർത്ഥം അവരങ്ങനെയാണ് എന്നാണോ? അപ്പോൾ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റികളില്ലേ, ഒരുപാട് ഓർഗനൈസേഷൻസ് ഇല്ലേ, അവർക്കിടയിൽ വ്യക്തികളും സംഘങ്ങളും പലപ്പോഴും എക്സ്ട്രീമായ ലൈനുകൾ സ്വീകരിക്കുന്നില്ലേ? അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് മാർക്കിടുന്ന ഒരു സമീപനം CPM സ്വീകരിക്കോ? SNDP-ക്കകത്ത് സ്വീകരിക്കോ? NSS-നകത്ത് സ്വീകരിക്കോ? സഭക്കകത്ത് സ്വീകരിക്കോ? അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു പ്രശ്നം, ഈ ഞങ്ങൾ പിന്തുണ കൊടുത്തു, പിണറായി വിജയനോ ബാക്കിയുള്ളവർ എന്തു പറഞ്ഞാലും രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങളത് കൊടുക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറയുന്നത് 2016 ജമാഅത്ത് ഇസ്ലാമി എന്നെയാണ് പിന്തുണച്ചത്, കോൺഗ്രസ്സുകാരനാ എന്നെ. താങ്കൾ പറയുന്നതനുസരിച്ച് താങ്കളുടെ പാർട്ടി 2019 ഈ മനമാറ്റം നടത്തിയത്. ഇത് ആര് പറയുന്നതാണ് ശരി? അല്ല അതിൽ ജിമ്മി, അതിൽ പെശകില്ല. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് 96 മുതൽ 2019 വരെയുള്ള ഇലക്ഷനിൽ ചില മണ്ഡലങ്ങളിൽ സെലക്ട് ചെയ്തിട്ട് ചില ഘട്ടത്തിൽ, ഉദാഹരണമായിട്ട് BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ വിജയ സാധ്യതയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിയോഗി എന്ന് പറയുന്നത് സംഘപരിവാറാണ്. അത്തരം സംഘപരിവാർ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ വിജയ സാധ്യതയുള്ള കാൻഡിഡേറ്റിനും പിന്തുണ കൊടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 96 മുമ്പ് മൂല്യബോധമുള്ള ആളുകളെ നോക്കിയിട്ട് നമ്മൾ വോട്ട് കൊടുത്ത സന്ദർഭമുണ്ട്. അന്ന് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്, UDF-നും CPM-നും കിട്ടിയിട്ടുണ്ട്. നേരെ മറിച്ച് ബ്ലോക്കായിട്ട് കൊടുത്തത് 2004, 2006 പോലുള്ള കാലയളവിലാണ്. ടോട്ടലി 96 മുതൽ 2019 വരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചും അല്ലെങ്കിൽ ഒറ്റയായും ഒക്കെ CPM-നെ പിന്തുണച്ചു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്.